അതിൽ ഈ പനിസനസൊക്കെ ഗമപ്പം അപ്പം വരുമ്പോ എന്റെ ചുണ്ട് തമ്മിൽ ഒട്ടിപ്പോവായിരുന്നു. ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് നമ്മൾ അതിശയിപ്പിച്ചിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ അന്നേ ഒരു ഓടക്കുഴൽ വിളി, അതൊക്കെ നമ്മുടെ ആദ്യം നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ട ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ പാട്ടുകളാണ്. ചിത്ര ചേച്ചി എന്തായിരിക്കും പറയാ സുജുവിനെ കുറിച്ച്? സുജുവിന്റെ പാട്ടുകൾ ഞാനും ഇതുപോലെ ചില പാട്ടുകൾ കേട്ട് ഞാനും വളരെ ഇംപ്രസ്ഡ് ആയിട്ട് ഞാൻ മെസ്സേജസ് ഞാൻ സുജുവിനും അയച്ചിട്ടുണ്ട്. 2-3 പാട്ടുകൾ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുജു ഈ പറഞ്ഞ മാതിരി എക്സ്പ്രഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിംഗറാണ്. നാച്ചുറലായിട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ പിന്നെന്താ പറയുക, ഞാൻ കുട്ടിക്കാലം മുതൽ ഞാൻ സുജുവിൻ്റെ ദാസേട്ടൻ്റെ ഒപ്പം നിന്ന് പ്രോഗ്രാംസിന് പാടുമ്പോൾ ഞാൻ പുറകിലൊക്കെ നിന്ന് കസേരയുടെ മുകളിലൊക്കെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഷോസ്. അപ്പം അന്നേ ഒരു ഓടക്കുഴൽ വിളി, അതൊക്കെ നമ്മുടെ ആദ്യം നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ട ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ പാട്ടുകളാണ്. സുജാത എന്നുള്ളൊരു സിംഗറിനോട് നമുക്കൊരു ആരാധന തോന്നിച്ചിട്ടുള്ള പാട്ടുകളാണ് അതൊക്കെ. ഓടക്കുഴൽ വിളിയാണ് ആദ്യം. പിന്നെ വസന്തങ്ങൾ വന്നിട്ട്, ഞാൻ ലളിതഗാനങ്ങളാണ് ആദ്യകാലത്ത് ഒരുപാട് ഫോളോ ചെയ്തിട്ടുള്ളത്. വസന്തങ്ങൾ വന്നിട്ടും മനമുല്ല പൂത്തിട്ടും, അതുപോലെ ഒരു ഈയാം പാറ്റകളെ, ഇന്നത്തെ മോഹന സ്വപ്നങ്ങളെ, ഈയാം പാറ്റകളെ, ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സുജു പാടിയിട്ടുള്ള പാട്ടുകളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ സുജുവിന്റെ തുടക്കകാലത്തെ ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് നമ്മൾ അതിശയിപ്പിച്ചിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ. അതെ, ഇപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഓഫ് ലേറ്റ് ആയിട്ട് വന്നാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. പിന്നെ അതുപോലെ വിദ്യാജിയുടെ തന്നെ വേറൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. പിന്നെ എം ജയചന്ദ്രൻ എന്ന 2 പാട്ടുകൾ, രമേശ് നാരായണ സാറിന്റെ പാട്ടുകൾ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് പാട്ടുകൾ വായിലും പേര് തുടക്കം കിട്ടുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തി കുറെ പാട്ടുകൾ. ഒരു TV സീരിയലിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു രമേശ് ജിയുടെ മ്യൂസിക്കില്. മ്യൂസിക് ഡയറക്ടർ ശ്യാം കുറച്ച് പാട്ടുകൾ ഭയങ്കരമായിട്ടുള്ള ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയെന്ന് വെച്ചാൽ ഈ മോഹൻലാലിന്റെ ഒരു സിനിമ അധിപനില് ദൂരദർശനിലേക്ക് വിളിച്ചിട്ട് ഇത് ദൂരദർശൻ കേന്ദ്രമല്ലേ എന്ന് ചോദിക്കുന്ന പാട്ടാണ്. ശ്യാമ മേഘമേ നീ പ്രേമദൂതമായി വാ എന്ന് പറയുന്ന സാധനമില്ല ചേച്ചി അതിനകത്ത് പാടിയിരിക്കുന്നുണ്ടല്ലോ. ഞാൻ വെറുതെ എങ്കിലും തമാശക്ക് കുറച്ചൊക്കെ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കും. ബാത്റൂം സിംഗേഴ്സ് അങ്ങനെയാണല്ലോ, അനുകരിക്കാൻ ശ്രമിക്കുമല്ലോ. ചേച്ചി ഒരു തരത്തിലും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പാട്ടുകളിൽ ഒന്നായിട്ട് എനിക്ക് അതും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇപ്പൊ വാർമുകിലെ അവിടെ എടുത്തു വെക്കുമ്പോഴും ഈ ഇപ്പുറത്തെ വശത്ത് എനിക്ക് കൺഫ്യൂസ് ആയി നിൽക്കുന്ന ഒരു പാട്ടെന്ന് ശ്യാമമേഘമേ നീ പറയുമ്പോഴത്തേക്ക് അത് ലൈവ് റെക്കോർഡ് ചെയ്തത്. വാർമുകിലെ ഞാൻ ട്രാക്ക് മിക്സ് ചെയ്യായിരുന്നു, ഓർക്കസ്ട്ര ഇല്ല, ഞാൻ തന്നെ നിന്ന് പാടായിരുന്നു. ഇത് വിത്ത് ഓർക്കസ്ട്ര ലൈവ് റെക്കോർഡ് ചെയ്തതാണ്. ഒരു മോർണിംഗ് സെഷൻ ആയിരുന്നു. അത് കുറച്ച് ലേറ്റ് ആയി റെക്കോർഡിങ് കഴിയാന്. അതിൽ ഈ പനിസനസൊക്കെ ഗമപ്പം അപ്പം വരുമ്പോ എന്റെ ചുണ്ട് തമ്മിൽ ഒട്ടിപ്പോവായിരുന്നു. അപ്പൊ അത് തന്നെ ഞാൻ കാരണം തന്നെ അന്ന് കുറച്ച് ടേക്സ് എക്സ്ട്രാ പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ 100% പെർഫെക്ഷൻ പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരുപാട് ഫ്ലോസ് അവിടെ കൊണ്ടത് എനിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അയ്യോ ഞാൻ ചിലപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കും അതൊന്നും വൃത്തിയാക്കായിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള